നമ്മുടെ കേരളത്തിൽ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സിലെ പ്രൈസിങ് വളരെ ഓവർ പ്രൈസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ അഭിപ്രായം അതിനെപ്പറ്റിയാണ്. മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് എന്നുള്ള അവസാന സിനിമ ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമയാണ്. അതായത് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് വരുന്ന 45 മിനിറ്റ് ഐമാക്സ് എക്സ്ക്ലൂസീവാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നതും പെട്ടതും ഐമാക്സിലാണ്. പക്ഷേ കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിലും ട്രിവാൻഡ്രം ഐമാക്സിലും ടിക്കറ്റ് പ്രൈസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ പ്രൈസിങ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാനതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള മറ്റുള്ള തിയേറ്റേഴ്സിൽ എടുത്തു നോക്കുമ്പോൾ ഐമാക്സ് വിത്ത് ലേസർ തന്നെയുള്ള മറ്റുള്ള തിയേറ്റേഴ്സും ഐമാക്സ് സീനോളുള്ള തിയേറ്റേഴ്സും ഐമാക്സ് കോള പ്രൊജക്ഷനിലുള്ള മറ്റുള്ള തിയേറ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇവിടത്തേക്കാളും പ്രൈസ് കുറവാണ്. ഈവൻ നമ്മളെക്കാളും ഒരുപാട് ചിലവേറിയ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയ സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്ന മറ്റുള്ള തിയേറ്റേഴ്സുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഡൽഹി എടുത്ത് നോക്കിക്കോ, മുംബൈ എടുത്ത് നോക്കിയോ. അതും മുംബൈയിൽ കോള പ്രൊജക്ഷനോടുകൂടിയുള്ള PVRൻ്റെ തന്നെ ഐക്കോൺ എന്നുള്ള ലോവർ പരേൽ മുംബൈയിലുള്ള തിയേറ്റർ, ഞാൻ ഓപ്പൺ ഹൈമർ കാണാൻ പോയ തിയേറ്റർ, അവിടെ പോലും രാവിലെ 6 മണിക്ക് തൊട്ട് ഈ സിനിമ ഷോ ഉണ്ട്. നമ്മളിവിടെ 6 മണിക്കത്തെ ഷോ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ലിസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും 6 മണിക്ക് ഉള്ള ഷോയ്ക്ക് പോലും 400 ഇത്ര രൂപയെ ടിക്കറ്റ് പ്രൈസ് വരുന്നുള്ളൂ. ബുക്കിംഗ് ചാർജ് ഉൾപ്പെടെ ആയാൽ പോലും 500 രൂപ താഴെ വരുന്നുള്ളൂ. ഈവൻ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ ബ്രോഡ്വേ ഐമാക്സിൽ പോലും 508 രൂപ എന്തോ ആണ് ടിക്കറ്റ് വരുന്നത്. അതിന് മുകളിലേക്ക് ടിക്കറ്റ് ഇല്ല. നമ്മളിവിടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും വളരെ ഓവർ ആയിട്ടാണ് ഈ സിനിമയ്ക്ക് പ്രൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ സിനിമ ബുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ദിവസം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും സിനിപോളിസിൻ്റെ ആപ്പ് വെച്ച് എന്ത് ചെയ്തിട്ടും ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൽ ഐമാക്സ് ലിസ്റ്റിംഗ് പോലും കാണുന്നില്ല. സിനിപോളിസ് VIP-യുടെ ഷോസാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐമാക്സിൻ്റെ ലിസ്റ്റിംഗ് കാണുന്നില്ല. എനിക്കാണെങ്കിൽ ഐമാക്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ സിനിപോളിസ് ആപ്പ് വഴി എടുക്കാനാണ് താല്പര്യം. കാരണം സിനിപോളിസ് 25 എന്ന് പറഞ്ഞാൽ കോഡ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ടും ഈവൻ സിനിപോളിസ് ആപ്പിൽ നിന്ന് ഞാൻ തുടർച്ചയായിട്ട് ബുക്ക് ചെയ്യാൻ മറ്റൊരു റീസൺ കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ ബുക്ക് ചെയ്താൽ ഓരോ ബുക്കിങ്ങിനും നമുക്ക് ഇത്ര പോയിൻറ്റ്സ് കയറും. ആ പോയിൻറ്റ്സ് വെച്ച് അടുത്ത തവണ വീണ്ടും നമുക്ക് ഓഫർ കിട്ടും. ഇത് വിചാരിച്ചിട്ട് ഞാൻ സിനിപോളിസ് ആപ്പിലൂടെയാണ്, അത്രയും മോശം ആപ്പായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടും ഞാൻ ഇതൊക്കെ സഹിച്ച് പിടിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇതേ കിടക്കണ് മര്യാദക്ക് ലിസ്റ്റിംഗ് ഇല്ല. ഇത് എല്ലാ തവണയും ഓരോ സിനിമ ഐമാക്സ് ലിസ്റ്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആപ്പിലുണ്ടാവും. എന്നിട്ട് ഞാനിത് അറിയിക്കും, പിന്നെ അത് തിരുത്താൻ വേണ്ടി നോക്കിയിരിക്കും. ഇതൊക്കെ തന്നെ പരിപാടി. ഇത് ഏകദേശം 2 ദിവസമായിട്ട് പോലും ഇത് പ്രോപ്പറായിട്ട് തിരുത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇതുവരെ തിരുത്താമെന്ന് അവർ ഉറപ്പ് തന്നെങ്കിലും പ്രോപ്പറായിട്ട് തിരുത്തിയതായിട്ട് എനിക്ക് ഫീലായില്ല. ഇതൊക്കെ കൂടാതെ അതേസമയം ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും കയറി അതിൽ ബുക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ടിക്കറ്റ് പ്രൈസ് സ്റ്റാർട്ടിങ് തന്നെ വന്നത് 600 രൂപയാണ്. അത് തന്നെ എനിക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം അത് കൂടി 700 കവിഞ്ഞ് 800 കവിഞ്ഞ് ഇപ്പോൾ 900 രൂപ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ എമ്പുരാൻ്റെ ടൈമിലും കണ്ടത്. അവസാനം ഇത് കയറി 1100 രൂപ വരെ എത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ട് PVR PXL-ലും ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് പ്രൈസ് കൂട്ടി കണ്ടായിരുന്നു. അന്ന് എമ്പുരാൻ ഇതേപോലെ 1000, 1200, 1400 വരെ വന്ന അവസ്ഥ അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എമ്പുരാനിൽ മാത്രം നിൽക്കില്ല, ഇത് കണ്ടോ, ഇനി എല്ലാ സിനിമകൾക്കും വരുമ്പോഴേക്കും അത്യാവശ്യം ഹൈപ്പുള്ള സിനിമ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ വരുമ്പോൾ ഇതേ പരിപാടി ഇവന്മാർ കാണിക്കും എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അന്ന് തുടങ്ങിയത് പിന്നെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പോൾ ഈ പൊതുവെ സാധനങ്ങളുടെ വില കൂടുമ്പോഴേക്കും റെസ്റ്റോറൻറ്റിൽ എല്ലാത്തിനും വില കൂടും. പക്ഷേ ഈ സാധനങ്ങളുടെ വില കുറയുമ്പോൾ എന്നേലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വില കുറഞ്ഞു കണ്ടിട്ടുണ്ടോ? ചിക്കൻ്റെ വില കൂടുമ്പോൾ ചിക്കൻ്റെ ഐറ്റത്തിൻ്റെ വില കൂടും. ചിക്കൻ്റെ വില കുറയും, കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കുറയും. എന്നേലും ചിക്കൻ്റെ ഐറ്റത്തിന് വില കുറഞ്ഞു കണ്ടിട്ടുണ്ടോ? ഈ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരാവശ്യമില്ലാതെ വെറുതെ കണ്ടമാനം വളരെയധികം ഓവർ പ്രൈസ് ചെയ്ത് ടിക്കറ്റ് എമ്പുരാൻ എന്നുള്ള സിനിമയുടെ ടൈമിൽ ചെയ്തിട്ട് ഇപ്പോൾ
അതേ ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൾട്ടിപ്ലക്സ്. എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര കഷ്ടമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, തിയേറ്ററിലേക്ക് ചെന്ന് കാണണമെന്ന് വളരെ അതിയായി ആഗ്രഹിക്കുന്ന സിനിമയുടെ അവസ്ഥകളൊക്കെ ഇപ്പം അങ്ങനെ ഒരു രീതിയിലായി പോയിക്കൊണ്ടിരിക്കണം. ഇതുകൊണ്ട് തന്നെ മൾട്ടിപ്ലക്സിൽ പോകാൻ മടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക്. കാരണം ഇവരിത് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ആവുന്നത്. കാരണം അതും എൻ്റെ ഗതികേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐമാക്സ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ പറഞ്ഞ എക്സ്ക്ലൂസിവിറ്റി ഐമാക്സിൽ മാത്രമേ ഉണ്ട്. അവിടെ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റുള്ളൂ. വേറെ ഇൻഡിവിജ്വൽ സ്ഥാപനങ്ങളൊന്നും ഐമാക്സ് ഇവിടെ കൊണ്ടുവരാത്തത് കൊണ്ടും ഇവിടെ വേറെ ഐമാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കാണാതെ വേറെ നിവർത്തിയില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനുകൾ. ഒന്നൊരു ഞാൻ മനസ്സുകൊണ്ട് വളരെയധികം ഔട്ട്ഡേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന, ഔട്ട്ഡേറ്റഡ് ടെക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ട്രിവാൻഡ്രം ഐമാക്സ്, അവിടെ പോകണം. ഞാൻ ഇപ്പം നിർത്തി, കാരണം എനിക്ക് മടുത്ത്. അവിടുത്തെ അവസ്ഥയും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസിന് 400 രൂപക്ക് എനിക്ക് ഒരു രീതിയിൽ അവിടെ 460 രൂപ, 420 രൂപ, 460 രൂപയാണ് ഓൾമോസ്റ്റ് നല്ലൊരു സീറ്റിന്. റിക്ലൈനറിൻ്റെ പൈസ അതിലും കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ പൈസയ്ക്ക് ആ തിയേറ്ററിലുള്ള ടെക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഓവർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോഴും ചില ആൾക്കാർ ഗതി കെട്ടിട്ട് പോണ ഒരവസ്ഥയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൊച്ചിയിൽ ഐമാക്സ് വിത്ത് ലേസർ കിട്ടി, പക്ഷെ എന്ത് കാര്യം ഇരിക്കണം. ടിക്കറ്റ് റേറ്റ് നോക്കി 600 കവിഞ്ഞ് ഇപ്പോൾ 700 കവിഞ്ഞ് 800, 900. ഇപ്പോൾ ഒരു സിനിമ കാണാൻ ഒരാൾക്ക് 900 രൂപ, ബുക്കിംഗ് ചാർജ് കൂടി ചേർത്ത് വരുമ്പോൾ ഏകദേശം 1000 രൂപ. എന്ത് കഷ്ടമെന്നറിയാമോ. ഇതൊക്കെ കൂടാണ്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ പിക്ചർ പെർഫെക്റ്റ് കിടുവാണ്. പിക്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോർണർ സീറ്റിന് ഒരു പൈസ, സെൻട്രൽ സീറ്റിന് വീണ്ടും 50 തൊട്ട് 150 രൂപ എക്സ്ട്രാ ചാർജ്. ഇവിടെ എന്ത് ശോകമാണെന്നറിയാമോ. എമ്പുരാൻ്റെ സമയത്ത് ഇത് തന്നെയായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും ഇത് തന്നെ. ഇതിൻ്റെ ഇടയിലും കുറച്ച് സിനിമകൾക്കും അങ്ങനെ വന്നു പോയി. സിന്നേഴ്സ് വന്നപ്പോഴും ഇതേ ഒരു സംഭവം ഉണ്ടായിരുന്നു. തുടക്കമുള്ള പ്രൈസിങ് അല്ലായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെ ഇടക്കും തിരക്കും ഒന്ന് കുറഞ്ഞായിരുന്നു. തണ്ടർ ബോൾസിനും ഇതേ അവസ്ഥയായിരുന്നു. പക്ഷേ തണ്ടർ ബോൾസ് കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൽ 380 രൂപക്ക് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏത് വകയുടെ ഓഫർ എന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല. 199 റുപ്പീസിന് ഇടുമ്പോഴാണ് ഓഫർ. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് PVRൻ്റെ ആപ്പുകൾ അല്ലെങ്കിൽ സിനിപോളിസിൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള സൈറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 99 ബ്ലോക്ക് ബസ്റ്റർ ഓഫറൊക്കെ ഇടുന്ന സമയത്ത് സാധാരണ സിനിമകൾക്ക് 99ഉം ഐമാക്സ് സിനിമകൾക്ക് 199 വരെ ഓഫർ ഇടാറുണ്ട്. ആര്? നോർത്ത് ഇന്ത്യയിൽ. നമ്മളിവിടെ സൗത്ത് ഇന്ത്യ, അതായത് ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ്, ചെന്നൈ, ഹൈദരാബാദ്, തമിഴ്നാട്, അങ്ങനെയല്ല, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, പിന്നെ കേരളം. ഇവിടെ ഒരു രീതിയിൽ ഓഫറുകൾ തരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എന്തിനാണ് ഈ വിവേചനം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ശോകമാണ്. അതേസമയം എല്ലാ കണ്ണി കണ്ട ഓഫർ മൊത്തം അങ്ങ് മുംബൈ, ഡൽഹി എല്ലായിടത്തും കൊണ്ടിടും. അവിടെ ഒന്നും ഒരു മനുഷ്യനുണ്ടാവുകയില്ല ഈ സിനിമകളൊന്നും കാണാൻ. നമ്മുടെ ഇവിടെ ആൾക്കാർ ആരും ഓഫർ കൊടുക്കാഞ്ഞിട്ട് പോലും ആൾക്കാർ പോയി കുത്തിപ്പിടിച്ച് PVR, ഇനോക്സ്, സിനിപോളിസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി പോയിട്ട് അവിടെ സിനിമ കാണും. എന്ത് കഷ്ടമെന്ന് അറിയാമോ. ഇവിടെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇവരൊരു രീതിയിലും നമുക്ക് ഒരു വില നൽകുന്നതായിട്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു വില നൽകുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇത്രയധികം സിനിമകൾ കണ്ടിട്ടുള്ള ഒരു കസ്റ്റമർ എന്ന രീതിയിൽ പോലും ഒരു വില നൽകുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇക്കൊല്ലം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്നത് PVRൻ്റെ തിയേറ്റേഴ്സിലാണ്. വനിതയെ പോലുമല്ല, PVRൻ്റെ തിയേറ്റേഴ്സിൽ. എന്നിട്ടും ഭയങ്കര എനിക്ക് ശോക അനുഭവമാണ് എല്ലാ തവണ ഉണ്ടാവണത്. നല്ല തിയേറ്ററുള്ള അടുത്ത്, അതായത് ഫോറം മോൾ, നല്ലൊരു തിയേറ്റർ എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് ഷോ സ്കെഡ്യൂൾ ചെയ്യില്ല. കണ്ടന്റ് മിസ്മാനേജ്മെൻറ്റിൻ്റെ അങ്ങറ്റം. ഇപ്പോൾ ഇത് തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഈ സിനിപോളിസിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സിനിപോളിസ് നല്ല മൊത്തം ഐമാക്സ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ഇറങ്ങാനിരിക്കേണ്ടിയിരുന്ന ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഫുൾ സ്ക്രീൻ വരുന്ന രീതിയിൽ ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമയാണ്. അത് ഐമാക്സിൽ എടുത്തിട്ടേയില്ല. ഡിസ്ട്രിബ്യൂട്ടർ ഐമാക്സ് പ്രിൻ്റ് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരവസ്ഥ. ഐമാക്സിൽ കാണിക്കാൻ പറ്റുന്നില്ല ആ സിനിമ. അതുകൊണ്ട് PXL ഉണ്ട്, പിന്നെ നമ്മുടെ PVR സ്ക്രീൻ 6 PXL തുടക്കം ലിസ്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയുടെ ഒരു പ്രീമിയർ ഷോ, അതായത് നാളെ ബുധനാഴ്ച രാത്രി 11:55, 11:59 ആയിട്ട് ഷോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ലിസ്റ്റ് ചെയ്തപ്പോൾ നിസാര പൈസയിലാണ് ലിസ്റ്റ് ചെയ്തത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവർ അത് ഒന്നുകൂടി കൂട്ടി. അതായത് ലിസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊന്ന് 170 or 190 ലിസ്റ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് PXL ഒരു
ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 220 പിന്നെ അത് 240 260 80 ഇപ്പം 330 രൂപയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ PXL ഒരു 170 രൂപ 200 പോട്ടെ 240 രൂപ വരെ ആണെങ്കിൽ പോലും ആൾക്കാർ മാക്സിമം വരാൻ നോക്കുകയും കംപ്ലീറ്റ് ഫുള്ളാവുകയും ചെയ്യും. ഇപ്പോൾ തുടരും ഇറങ്ങിയ സമയത്തും എംബ്രാൻ ഇറങ്ങിയ സമയത്തൊക്കെ ഇവർ അത് ഭയങ്കരമായിട്ട് കൂട്ടി 500 രൂപ വരെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ ഒരു തവണ നോക്കുമ്പോഴേക്കും ആലപ്പുഴ ജിംഖാന ഞാനും എൻ്റെ അമ്മയും വൈഫിനെയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ അധികം ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നില്ല, 170 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു ദിവസം നോക്കുമ്പോൾ ഈ തുടരത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഇവർ ആലപ്പുഴ ജിംഖാനയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് PXL. അന്ന് 500 രൂപ. എന്ത് മര്യാദ കേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് അറിയാമോ? ഭയങ്കര ഷോക്ക്. അതായത് ഈ മുതലെടുക്കുക എന്നൊക്കെ തോന്നില്ല, അങ്ങനത്തെ രീതിയാണ് എനിക്ക് ഫീലായത്. കാരണം എന്തുവാടി ഒരു സിനിമയ്ക്ക് ഇത്രയും പ്രൈസ് ചെയ്യാൻ മാത്രം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു മലയാള സിനിമയ്ക്കൊക്കെ ഇത് ഈ ട്രെൻഡിങ് തുടർന്നു പോയാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുക്കും. സിനിമ നല്ലതുകൊണ്ടാണ് കുറേ പേരൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തുടരുമായാലും ശരി, ആലപ്പുഴ ജിംഖാന ആയാലും ശരി, ആൾക്കാർ കണ്ടിട്ട് തെറ്റില്ലാത്ത സിനിമയെന്ന് തോന്നുന്നതുകൊണ്ടും തുടരും വളരെ ഇഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നുണ്ട് അധികം പേര് അധികം കാര്യങ്ങൾ പറയാത്തത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നി തുടങ്ങി. ഈ ഒരാൾക്ക്, അതായത് പണ്ട് തന്നെ ഈ 200 രൂപ ലെവലിൽ ടിക്കറ്റ് എടുത്തിട്ട് പോലും ഒരു വീട്ടിൽ നിന്ന് 5 പേര് സിനിമ കാണുമ്പോൾ 1000 രൂപ ആണ് അവസ്ഥയാണ്. അതിപ്പോൾ മൾട്ടിപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ പോപ്കോൺ അതൊക്കെ മേടിച്ച് 10,000-2000 രൂപ കയ്യിൽ നിന്ന് പോകണ അവസ്ഥ, 2000 രൂപ എന്തായാലും കയ്യിൽ നിന്ന് പോകുന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 പേരുണ്ടെങ്കിൽ 500 വീതം 2500 ടിക്കറ്റ് മാത്രം. അത് കഴിഞ്ഞിട്ട് ചിലവെല്ലാം ഇതെന്താടി ഒരു സിനിമ 3000 രൂപയും ഇതെന്തോന്നത്? എനിക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര എക്സ്ട്രീംലി ഓവർ പ്രൈസ്ഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഫീൽ ആവണത്. എനിക്ക് ആസ് എ ക്രിയേറ്റർ അറ്റ്ലീസ്റ്റ് ഈ സിനിമകളുടെ അഭിപ്രായങ്ങളോ തിയേറ്ററിലുള്ള എൻ്റെ അനുഭവങ്ങളോ തുറന്നു എന്ന് പറയുന്നതും അത് വീഡിയോ ഹിറ്റായാലോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണുന്നതനുസരിച്ചൊക്കെ എനിക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കിട്ടുമെന്നെങ്കിലും പറയാം. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടണില്ല. ചിലപ്പോൾ സിനിമ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതും കൂടി പോയി, മനസ്സിലായില്ലേ? എൻ്റർടൈൻമെൻറ്റും കിട്ടാത്ത അവസ്ഥയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ ഭയങ്കര മോശം സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഒരു തവണ വന്ന ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റിയേക്കണ പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു, മിഷൻ ഇമ്പോസിബിൾ ഞാൻ എന്തായാലും ഐമാക്സിൽ ഈ പൈസയ്ക്ക് പോയി കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതിനകത്ത്. എനിക്കത് ഭയങ്കര ഷോക്കായിട്ടാണ് ഫീൽ ആവണത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഞാൻ ഇപ്പോൾ 6 മണിക്കെങ്കിലും ഷോ തന്നെയാണെങ്കിൽ അത് പോയി കണ്ട അതിൻ്റെ അഭിപ്രായം പറയണോ? ആ ഒരു ഷോ കണ്ടിട്ട് അത് ആ പൈസയ്ക്ക് വേദിയാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പോകണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 6 മണിക്കത്തെ രാവിലത്തെ ഷോ വരികയാണെങ്കിൽ ഞാൻ പോവാം. അല്ലാതെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ 9 മണിക്കാണ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഞാൻ ഈ കണ്ട ടിക്കറ്റ് പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു 4K ലേസർ അറ്റ്മോസ് തിയേറ്റർ കണ്ടാൽ മതി എന്നുള്ളൊരു മനസ്സ് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഐമാക്സിൽ മാത്രമാണ് എക്സ്ക്ലൂസിവിറ്റി, മറ്റേ സ്ക്രീൻ വലുതാവുന്ന രീതിയിൽ എക്സ്പാൻഡർ ആസ്പെക്ട് റേഷ്യോ വരുന്നുള്ളൂ. അവിടെ ഈ പറഞ്ഞ പ്രൈസിക്ക് പോകാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല. അപ്പോൾ വേറെ ഏത് തിയേറ്ററിൽ PXL പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റ് സ്ക്രീനിൽ പോയാലോ വേറെ എവിടെ പോയാലും എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ വരുന്നില്ല. അപ്പോൾ എന്തിനാ ഈ ബ്ലാക്ക് ബാർ കാണുന്നത്? അതല്ലാതെയുള്ള മര്യാദക്ക് സ്കോപ്പ് റേഷ്യോയിൽ ഫുൾ സിനിമ നിറഞ്ഞ് കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു 4K ലേസർ വിത്ത് അറ്റ്മോസ് തിയേറ്റർ എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലേസർ അറ്റ്മോസ് തിയേറ്റർ എടുത്താൽ പോരെ. അതായത് ഓൾഡ് സെൻട്രലോ മാധുര്യ തിയേറ്ററോ വനിതയോ അതും അല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ലേസർ പ്ലസ് അറ്റ്മോസ് തിയേറ്റർ എടുത്താൽ പോരെ. അതൊക്കെ എനിക്ക് തോന്നുകയാണ്, ഐസക് മറിയോ എന്തെങ്കിലും. കാരണം അതാകുമ്പോൾ ഒരു 200 രൂപ 220 രൂപ മാക്സിമം ടിക്കറ്റ് ആവുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ PVR സ്ക്രീൻ 6 ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 4K ലേസർ വിത്ത് അറ്റ്മോസ് ആണ്. PVR പോകണമെന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ അവിടെ തരക്കേടില്ലാത്ത റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 240 രൂപ താഴെ ആണെങ്കിൽ ഞാൻ പോകാൻ വില്ലിങ്ങുള്ളൂ. കാരണം എനിക്കെന്തോ അതിൽ കൂടുതൽ നോ മൂവീസ് വർത്ത് മോർ ദാൻ ദാറ്റ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു തിയേറ്റർ വെച്ച് നോക്കുമ്പോഴേക്കും. ഐമാക്സ് ആണെങ്കിൽ എൻ്റെ ഒരു തുറന്ന അഭിപ്രായം അനുസരിച്ചിട്ട് കൊച്ചി ഐമാക്സ് വിത്ത് ലേസർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ ആണെങ്കിൽ പോലും കേരളത്തിലെ ബെസ്റ്റ് തിയേറ്റർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അവിടുത്തെ ടിക്കറ്റ് പ്രൈസും 450 രൂപ മുകളിലേക്ക് പ്രൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. 3D സിനിമയാണെങ്കിൽ 500 രൂപക്ക് മുകളിൽ പ്രൈസ് ചെയ്യാൻ 500 പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ബ്രോഡ്വേ ഐമാക്സ് കുറച്ചധികം വലിയ സ്ക്രീനാണ്. ഇവിടുത്തെ 52
അടി സ്ക്രീനാണെങ്കിൽ അവിടെ 64 അടി സ്ക്രീനാണ്. 64-66 അടി സ്ക്രീനാണ് ബ്രോഡ്വേ വരുന്നത്. കൂടാതെ അവിടെ 12 ചാനലാണ് ബ്രോഡ്വേയിൽ, ഇവിടെ 5 ചാനലും. അപ്പോൾ അവിടെ ടിക്കറ്റ് പ്രൈസ് എന്താണോ അതിൽ നിന്നൊരു 100 രൂപയും കുറഞ്ഞ് ഇവിടെ ഇരിക്കണം എന്നാണ് അതിൻ്റേതായ ഒരു മര്യാദ അനുസരിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സ്പെക്ക് അനുസരിച്ച് വേണം ഒരു തിയേറ്ററിൻ്റെ ടിക്കറ്റ് പ്രൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുതന്നെയാണ് ഇവിടുത്തെ റൂൾ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര പേര് പാലിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, മൊബൈലിലെ സ്പെക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് ഡിസൈഡ് ആവണം. തിയേറ്ററിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കാണുന്ന തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ എന്താണോ, സ്ക്രീൻ എന്താണോ, സ്പെക്ക് എന്താണോ, സൗണ്ട് എന്താണോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ടിക്കറ്റിൻ്റെ പ്രൈസിങ് വരേണ്ടത്. പ്രൈസ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി പല സ്റ്റേറ്റുകളിലും ഉണ്ട്. അത് ഓരോ കാറ്റഗറി ഓഫ് സിനിമ തിയേറ്റേഴ്സ് അനുസരിച്ചാണ് അവർക്ക് ഒരു മാക്സിമം പ്രൈസ് ഇത്ര രൂപ മേടിക്കുക എന്നുള്ള അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്രോഡ്വേ സിനിമാസ് തമിഴ്നാട് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൈസ് ക്യാപ്പുള്ള സ്ഥലമാണ്. ബ്രോഡ്വേ സിനിമാസിന് മാത്രമേ ഉള്ളൂ ഇത്ര രൂപ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതും സ്പെസിഫിക് പെർമിഷൻ വേണം, സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇന്ന സ്പെസിഫിക് സിനിമകൾക്ക് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും അവർ ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2D സിനിമയാണെങ്കിൽ ഇത്ര രൂപ, 3D ആണെങ്കിൽ ഇത്ര രൂപ, ഹൈപ്പ് സിനിമയാണെങ്കിൽ ഇത്ര രൂപ. ഈവനിടെ അവതാർ വേ ഓഫ് വാട്ടർ ഈ നമ്മുടെ കേരളത്തിൽ മൊത്തം 1000 രൂപ 1200 മേടിച്ച സമയത്തും അവർ അന്തസ്സായിട്ട് അതേ സിനിമ 500 രൂപക്കാണ് അവിടെ കളിപ്പിച്ചത്. 400 സംതിങ് രൂപ 500 രൂപയ്ക്ക്. ഈവൻ ഈ മിഷൻ ഇമ്പോസിബിളിൻ്റെ റേറ്റ് നോക്കി 508 രൂപ കണ്ടു മാക്സിമം പ്രൈസ് ആയിട്ടുള്ള അതേ അവർ എടുത്തിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല, അവർ പ്രൈസ് കോട്ട് ചെയ്യണമില്ല. അതാണ് അന്തസ്സുള്ള പരിപാടി എന്നാണ് എനിക്ക് ഫീൽ ആവണത്. നമ്മുടെ ഇവിടുത്തെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ ആലോചിക്കുക, 800 രൂപയുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐമാക്സ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഹോള പ്രൊജക്ഷനോടുകൂടിയുള്ള സെലക്ട് സിറ്റി വോക്ക്, അല്ലെങ്കിൽ പോട്ടെ സെലക്ട് സിറ്റി വോക്ക് ഒരു ചെറിയ ഓഡിറ്റോറിയം ആണെന്ന് പറയാം, സ്ക്രീൻ സൈസ് 52 എന്തോ സംതിങ് തന്നെ ഉള്ളൂ. മറ്റേത് 67-66 ഇഞ്ചസ് പോട്ടെ ഫീറ്റോളം ഉള്ള ഒരു തിയേറ്ററാണ് കോള പ്രൊജക്ഷൻ ഐമാക്സ് ആയിട്ടുള്ള ലോവർ പെരയിൽ മുംബൈ PVR ഐക്കോൺ. അവിടെ 420 രൂപ 460 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 800 രൂപ 700 രൂപ 900 രൂപയൊക്കെ മേടിക്കാൻ പറ്റുന്നത്? എന്ത് അന്തസ്സ് കെട്ട പരിപാടിയായിട്ടാണെന്ന് അറിയാം എനിക്ക് ഫീൽ ആവണത്. അതും ഈവൻ നമുക്ക് ആ ഒരു പ്രൈസിൽ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കൂടി ഇവരുടെ ഈ നശിഞ്ഞ ഒരു കാച്ചർ ആപ്പ് എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്ന ആപ്പ് വർക്ക് ചെയ്യാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു രീതിയിലും എല്ലാം കൊണ്ട് നമുക്ക് പൈസ നഷ്ടം എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ. എനിക്കെന്തോ ഇത് ഭയങ്കര ഓവർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാനതവിടെ തുറന്നു പറയുന്നു. പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, എൻ്റെ മനസ്സിലുള്ള പോലെയുള്ള ഒരു ചിന്ത പലരിലും ഉണ്ടെന്നുള്ളത്. നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ 700, 800, 900 രൂപ എന്നുള്ള ഐമാക്സ് പ്രൈസിങ് ശരിയാണോ ഇല്ലയോ? ഈവൻ ഐമാക്സ് പോലും അല്ലാത്ത PXLോ അല്ലെങ്കിൽ PVRൻ്റെയോ സിനിപോളിസിൻ്റെയോ തിയേറ്ററുകളിൽ ഓവറായിട്ട് ടിക്കറ്റ് പ്രൈസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? മൾട്ടിപ്ലക്സ് ഇപ്പോൾ ഏതും ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന എൻ്റെ ചുറ്റുപാടുമുള്ള തിയേറ്റേഴ്സ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു തിയേറ്റർ ഭയങ്കര ഓവർ പ്രൈസായിട്ട് ടിക്കറ്റ് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ് ആ തിയേറ്റർ? നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിന് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാം, ഞാൻ ഇവിടെ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ചാനലിൽ പ്രകടിപ്പിക്കുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നണം? നിങ്ങൾക്ക് ഇവിടുത്തെ ഇപ്പോഴുള്ള സിനിമയുടെ ടിക്കറ്റ് പ്രൈസിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ ഇത് കഴുത്തറപ്പൻ റേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ഓവർ പ്രൈസ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു 400 രൂപ താഴെയാണ് ഒരു 2D സിനിമക്ക് ഐമാക്സ് ആണെങ്കിൽ പോലും വാങ്ങാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ശരി, എന്തായാലും ഞാൻ ഐമാക്സിലേക്ക് ടിക്കറ്റ് പൈസ പറയുമ്പോൾ പോകാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 6 മണിക്ക് വെളുപ്പിന് ഷോ വരികയാണെങ്കിൽ ആദ്യം കാണാനുള്ള മനസ്സുള്ളതുകൊണ്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറ, അത് പോയി കണ്ട് അത് 700 രൂപ 900 800 രൂപ ഒക്കെ ഉള്ളതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അതിയായി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോകാം. എന്തായാലും നിങ്ങൾ പറ, ഞാൻ നോക്കട്ടെ എത്ര പേര് ആവശ്യപ്പെടുന്നുണ്ടെന്നനുസരിച്ചിട്ട് ഞാൻ എന്തായാലും അഥവാ 6 മണിക്ക് ഷോ ഉണ്ടെങ്കിൽ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പൈസ കുറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും നാളെ വേറെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഇത്ര ദിവസം വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴും കറക്റ്റൊന്നും ആയിട്ടില്ല, തൊണ്ടയൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ.
അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വീഡിയോ ഉണ്ടാവാതിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.